മലപ്പുറത്ത് നിന്ന് പോയ ട്രാവലർ ബ്ലോഗറെ കാണാനില്ലെന്ന് പരാതി. മലപ്പുറം ചേലേമ്പ്ര പുല്ലിപ്പറമ്പ് പാറയിൽ സ്വദേശി ദിൽഷാദിനെയാണ് കാണാതായത്. 4 ദിവസമായി യാതൊരു വിവരവുമില്ല. ഈ മാസം 6-നാണ് യാത്രയുടെ ഭാഗമായി വീട്ടിൽ നിന്ന് പോയത്. കുടുംബത്തിന്റെ പരാതിയിൽ തെഞ്ഞിപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങളുമായി ചേരുകയാണ്. ജംഷീർ, ഈ ദിൽഷാദ് എപ്പോഴാണ് യാത്ര പോയത്, എങ്ങോട്ടാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വീട്ടുകാരോട് നൽകിയിരുന്നോ? എവിടെ വെച്ച് മിസ്സായി എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും അവസാനമായി അസമിൽ നിന്നാണ് 4 ദിവസം മുൻപ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ ഇദ്ദേഹം ഇങ്ങനെ യാത്ര പോകുന്ന ഒരാളാണ്. നമുക്കറിയാം, ഈ യാത്ര ടുഡേ എന്നൊരു യൂട്യൂബ് ചാനലാണ് ഇദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ യാത്ര ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ എന്നുള്ളത്. ഇത്തരത്തിൽ ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യത്തെ വിവിധ രാജ്യങ്ങളിലടക്കം യാത്ര ചെയ്ത ഒരാളാണ്. ഇങ്ങനെ യാത്ര കഴിഞ്ഞ 6-ാം തീയതിയാണ് ഇത്തരത്തിൽ യാത്ര പുറപ്പെട്ടത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് യാത്ര പുറപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ യാത്ര പുറപ്പെടുമ്പോഴും ഇത്തരത്തിൽ വീട്ടുകാരുമായിട്ടൊക്കെ കണക്ഷൻ, സുഹൃത്തുക്കളായിട്ട് കണക്ഷൻ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ഇദ്ദേഹവുമായി യാതൊരു തരത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ ഐ എം ക്വിറ്റ് എന്നുള്ള ഒരു പോസ്റ്റ് 4 ദിവസം മുൻപ് ഇട്ടതായി പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇദ്ദേഹവുമായി യാതൊരു വിധത്തിലുള്ള കോൺടാക്റ്റും ഇല്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബന്ധുക്കൾ തേഞ്ഞിപ്പാലം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തേഞ്ഞിപ്പാലം പോലീസ് ഇപ്പോൾ ഈ പരാതി എടുത്തിരിക്കുന്നു. അന്വേഷണം ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതാണ്ട് 1 മില്യണിലധികം ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇദ്ദേഹം. ഇത്തരത്തിൽ യാത്രകൾ നടത്തുന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബത്തിന്റെ പരാതിയിൽ തേഞ്ഞിപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.